ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. എന്തായാലും ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗയും വിനീതും കൂടി, അതുപോലെ ബേബിച്ചനും പിന്നെ നമ്മുടെ സെലിമിക്കും അവരെല്ലാവരും കൂടിയിട്ട് കടൽ കാണാൻ വേണ്ടി പോവുകയാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ അവർ കടൽ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ഗംഗയാണെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഗ നമ്മുടെ വിനീതിനുമായിട്ട്, അതായത് നല്ല അടിപൊളി വെള്ളയും വസ്ത്രമാണ് രണ്ടുപേരും ധരിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും ആ കടലിൽ അങ്ങ് കൈ പിടിച്ച് കോർത്തുകൊണ്ട് ഓടി നടക്കുന്നതും, അതുപോലെ ഗംഗയെ പുറകെയായിട്ട് വിനീത് ഓടിപ്പിച്ചിടുന്നതും, മരത്തിന്റെ പുറകെ അപ്പുറപ്പുറം നിൽക്കുന്നതും, ഗംഗയെ കൈ പിടിച്ച് കടലിൽ കാല് നനയ്ക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗംഗ സ്വപ്നം കാണുകയാണ്. എന്തായാലും ആ സ്വപ്നം അവളങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് പുറകിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ആരെയും കാണുന്നില്ല, ഈ 3 പേരെയും കാണുന്നില്ല. ഇവരിത് എങ്ങോട്ടാ പോയത് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പീപ്പിയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സെലീമൊക്കെ അതുപോലെ തന്നെ വിനീതും കൂടിയിട്ട് പീപ്പിയൊക്കെ വിളിച്ച്, അതുപോലെ ബലൂണൊക്കെ കയ്യിലുണ്ട്, കണ്ണടയുണ്ട്, പമ്പരമുണ്ട്, ഇതൊക്കെ കൊണ്ട് അവിടേക്ക് വരികയാണ്. ചെറിയ പിള്ളേരെ, കുഞ്ഞി പിള്ളേരെ പോലെ തന്നെയാണ് അവരങ്ങനെ വരുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഗംഗയ്ക്ക് ആകെ നാണക്കേട് പോലെ തോന്നുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഗംഗയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഗംഗയെ പീപ്പിയൊക്കെ എന്ന് ചോദിക്കുകയാണ്. കൊള്ളാം, ഒരു നമ്മുടെ ചെറുപ്പത്തിലെ പ്ലാവിലത്തൊപ്പിയോട് കളിക്കാറില്ല തലയിൽ, അതും കൂടി വെച്ച നന്നായിരിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ വിനീത് പറയാണ്, അയ്യോ അത് ഗംഗി അതിവിടെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ കണ്ണട എങ്ങനെയുണ്ട്? ഈ കണ്ണട 950 രൂപയായുള്ളൂ എന്ന് പറയുന്നുണ്ട് വിനീത്. അപ്പോൾ ആ സമയം ഗംഗ പറയാ, 950 രൂപ ഈ കണ്ണടയ്ക്കോ? വിനീതേട്ടൻ എന്താ പ്രാന്താണോ? നമ്മുടെ അവിടെ 50 രൂപയ്ക്ക് കിട്ടും ഈ ഉത്സവപ്പറമ്പിലൊക്കെ, അങ്ങനത്തെ ഒരു കണ്ണടയാണിത് എന്ന് പറയുമ്പോൾ, എല്ലാ ഗംഗ നീ എന്താ വിചാരിച്ച, ഞങ്ങളങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഇത് ഗൾഫിലെ അറബിമാർ ഉപയോഗിക്കുന്ന, ഷെയ്ഖുമാരൊക്കെ ഉപയോഗിക്കുന്ന കണ്ണടയാണ്. ആരെ വിനീതേട്ടനോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ആ കടക്കാരൻ ഞങ്ങൾ നോക്കിയിട്ട് തന്നെ മേടിച്ച്, ഒറിജിനലാണ്, ഇതിന് കണ്ണട എന്നൊന്നും പറയാൻ പാടില്ല, ഗ്ലാസ് അങ്ങനെയാണ് പറയേണ്ടത് എന്ന് വിനീത് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ നന്നായിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുച്ഛിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സെലീമിക്കാൻ പറയുന്നുണ്ട്, ആ മോളെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഗംഗയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ, വാ പീപ്പി വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗംഗ പറയാണ്, എനിക്കൊന്നും വേണ്ട വിനീതേട്ടാ എന്ന് പറയാണ്. അപ്പോൾ വാ ഗംഗ, എൻ്റെ കൂടെ ഹണിമൂണിന് വന്നിട്ട് ഒന്നും ഗംഗയ്ക്ക് വാങ്ങിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ, വായോ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, വിനീതേട്ടാ എന്നെ ഒന്ന് വെറുതെ വിട്, വിനീതേട്ടൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാ, ഞാൻ വാങ്ങിച്ചോളാം, ഞാൻ കുറച്ചു നേരം കൂടി ഈ കടലൊന്ന് കണ്ട് ആസ്വദിച്ച് നിൽക്കട്ടെ എന്ന് പറയുന്നത്. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിനീതും സെലീമൊക്കെ അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. അതേ സമയത്ത് അവിടേക്കാണെങ്കിൽ ഇവർ വരുന്നുണ്ട്, അതായത് നമ്മുടെ ബേബിച്ചൻ വരികയാണ്. അപ്പം ബേബിച്ചൻ വന്നിട്ട് കടലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടൽ ആദ്യമായിട്ടല്ല ബേബിച്ചൻ കാണുന്നതെന്നും ഇതിനു മുമ്പ് സലീമിയായിട്ട് പോയിട്ട് ഇതിൽ കടൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ആരാ സലീമി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിനീത്. അപ്പം പറയാണ്, അത് അറിയില്ലേ, ബേബിച്ചൻ ചോദിക്കുക, അത് അറിയില്ലേ, ഇയാളുടെ കാമുകിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. സെലീമിക്കയും വിനീതും പീപ്പി വാങ്ങിക്കാൻ പോവാണ്. നമ്മുടെ ബേബിച്ചനാണെങ്കിൽ കുറച്ച് അകലെയായി കടലിൽ അങ്ങനെ കാലും നനച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ നോക്കുന്നുണ്ട് ഈ ബേബിച്ചനെ. അപ്പോൾ അവിടെ നിൽക്കുന്നത് കാണണം. അങ്ങനെ അവളങ്ങനെ കടൽ ആസ്വദിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വിനീത് അവളങ്ങനെ കാല് നനയ്ക്കാവുന്ന രീതിയിൽ കടലിലോട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് വിനീത് വന്ന് പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. ഗംഗെ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കടലിലേക്ക് ഇറങ്ങിപ്പോവുകയെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അല്ല വിനീതേട്ടാ എൻ്റെ കാലൊന്നും നനയ്ക്കാനാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനാ കാലൊക്കെ നനയ്ക്കുന്നത്? നിനക്ക് പരിചയമില്ലാത്ത കടലല്ലേ ഇത്, നമുക്ക് പരിചയമില്ലാത്ത കടലാണ്, പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരില്ലേ എന്നും പറഞ്ഞിട്ട് ഗംഗയെ പിടിച്ചു വലിച്ച് കരയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല വിനീതേട്ട, ഉണ്ട്, എന്താ അങ്ങനെയൊന്നും ഇല്ലയെന്ന്, ഇവിടെ എത്ര മരണങ്ങളാണെന്നറിയോ തിരയിൽ പെട്ടിട്ട് മരിക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിനക്ക് വല്ലതും സംഭവിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഗംഗ ആ ബേബിച്ചൻ നിന്നിരുന്ന ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ബേബിച്ചനെ കാണാനില്ല. അപ്പോൾ ഗംഗയ്ക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ ബേബിച്ചേട്ടൻ ഇങ്ങോട്ട് പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗംഗ. അയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നിങ്ങനെ വിനീത് പറയുന്നുണ്ട്. അല്ല വിനീതേട്ട, ഇപ്പം തന്നെ അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു, പക്ഷെ ആളിപ്പോൾ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഗംഗ. കാണാനില്ലേ? അല്ല, എനിക്കൊരു അപകടം മണക്കുന്നത് പോലെ, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം ബേബിച്ചന് പറ്റിയിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ എൻ്റെ ബേബിച്ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക്
പോവുകയാണ്. നമ്മുടെ വിനീതും സലീംക്കയും കൂടിയിട്ട് അവിടേക്ക് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അല്പസമയം കഴിയുമ്പോൾ വിനീത് അവിടെ ഇരുന്ന് ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. അരികിലായിട്ട് ഈ പറയുന്ന സലീമിക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തുകയാണ്. എന്നിട്ട് ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് കാണാതായതെന്ന് ചോദിക്കുമ്പോൾ ബേബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, ആണോ നിങ്ങളുടെ ഭർത്താവാണോ അവിടെ ഇരുന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയുകയാണ്. നിങ്ങളുടെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിക്കുകയാണ്. കുട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗംഗ. അപ്പം നിങ്ങളുടെ കുട്ടിയെ ബേബി എന്ന് പറഞ്ഞ് നിങ്ങളെ കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അയ്യോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവണുള്ളൂ ചേട്ടാ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ്, ബേബി എന്നാണ് പേര്, 45-50 വയസ്സ് ഏകദേശം കാണും എന്ന് പറയുന്നുണ്ട്. ആണോ, ഏത് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ വെള്ളയും ഫുൾ കൈ വെള്ള ഷർട്ടൊക്കെയാണ് ധരിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗംഗയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവർ. അപ്പോൾ ബേബിച്ചന് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ബേബിച്ചൻ കള്ളുടിച്ച് ഫിറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ വിനീതിനെയും സലീമിക്കനെയും കാണാണ്. അപ്പോൾ ബേബിച്ചൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാളെന്തോ കരയാണല്ലോ, എന്തായാലും ഒന്ന് ആശ്വസിപ്പിക്കാം എന്നും പറഞ്ഞ് ബേബിച്ചൻ പുറകെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സലീമൊക്കെ കണ്ട് ബേബിച്ചനെ. അപ്പോൾ വിനീതിനോട് ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാതായി കടലിൽ എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊന്നും ഒരു വിവരവും ഇല്ലേ, ഈ കടലിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചൂടെ എന്നിങ്ങനെ പറയുകയാണ് ഈ നമ്മുടെ ബേബിച്ചൻ. അപ്പോൾ ആ സമയത്ത് വിനീത് അതെ എന്നും പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ബേബിച്ചനെ കാണുന്നുണ്ട്. എടോ നിങ്ങളിത് എവിടെയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒച്ച കേട്ടിട്ട് നമ്മുടെ ഗംഗ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ കാണുകയാണ് ബേബിച്ചനെ. അപ്പോൾ ആ സമയത്ത് ഗംഗ ആ രക്ഷാപ്രവർത്തകരോട് പറയുന്നുണ്ട്, ഇതേ കാണാതായ ആൾ തിരികെ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനീതാണെങ്കിൽ ബേബിച്ചൻ കുറേ ചീത്ത പറയുന്നുണ്ട് കാണാണ്ടായതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് ഗംഗ വന്നിട്ട് പറയാണ്, അല്ല എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തകരൊക്കെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സമയമൊക്കെ അവിടെ ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു ഫാമിലി ആയിപ്പോയി, എന്തായാലും രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ എന്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അവർ. അങ്ങനെ അവരങ്ങനെ പോവുകയാണ്. ഈ ബേബിച്ചനെ അഴിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട് വിനീതേട്ട എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു ഹോട്ടലിൽ തന്നെ കയറാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ നല്ലൊരു ഹോട്ടലിൽ തന്നെയാണ് കയറുന്നത്. പക്ഷെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും വെയിറ്ററൊന്നും കാണാനില്ല. അപ്പോൾ ആ സമയത്ത് ഓർഡർ എടുക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ മെനു നോക്കി പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, പൈസ എന്തോരായാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഫുഡ് എത്തിക്കണം എന്ന് പറയുന്നു. അങ്ങനെ മെനു നോക്കിയിട്ട് നമ്മുടെ വിനീതിന് ഒന്നും മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, അയ്യോ ഞാൻ കണ്ണെടുത്തില്ല, എനിക്ക് കണ്ണ് അത് കാരണം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സലീമിക്ക പറയുന്നത്, നിങ്ങൾ കൊണ്ടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ വെയിലത്തുനിന്ന് കയറിയതാന്ന് തോന്നുന്നുണ്ട്, എൻ്റെ കണ്ണിന് എന്തോ ഒരു സുഖമില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സലീമിക്ക നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതേ നിങ്ങളുടെയൊക്കെ പഠിപ്പില്ലായ്മയാണ്, ഈ പഠിക്കാൻ പോണ സമയത്ത് മാങ്ങ കല്ലെറിഞ്ഞ് പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സലീമിക്ക അവിടുത്തെ സീ ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 1460 രൂപയ്ക്കാണ് ആ ഫുഡിന്, 250 ഗ്രാമിന്. അപ്പം നമ്മുടെ വിനീത് പറയുന്നുണ്ട്, 100 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ, 100 രൂപയ്ക്ക് ഉണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. 100 രൂപയോ 1000 മേലെയായിട്ട് ഇവിടെ ഒന്നുമില്ലടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിനീതിൻ്റെ മുഖം ആകെ വിഷമമാണ്. വിനീതിൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ആകെ 500 രൂപയുള്ളൂ. അപ്പോൾ അത് സലീംക്കോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 500 രൂപയുള്ളൂ, സലീം കടയിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആകെ 50 രൂപ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബേബിച്ചനോട് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ ഗംഗയുടെ മുന്നിൽ നാണം കെടാൻ പോവുകയാണ് ഈ പറയുന്ന വിനീത്. അപ്പോൾ സലീമിക്ക പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു ഐഡിയ കാണിക്കാം, അതിൻ്റെ ഒപ്പം നീ എൻ്റെ ഒപ്പം നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.